എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. ഇന്നലെ കില്ല് സിനിമ കണ്ടു. ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഒരു മാസീവ് ഫൈറ്റും ഒരു എക്സ്ട്രീം വയലൻസ് ആയിട്ടുള്ളൊരു പടമായിരുന്നു ഈ കില്ല്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണിത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് എല്ലാവർക്കും പടം തുടങ്ങാൻ നേരത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ഈ സ്റ്റോറി തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ രീതിയിലായിരിക്കും. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് പറയുവാണെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല. കാര്യം നമുക്ക് സ്റ്റോറി ലൈൻ ഏതാണ്ട് ഇതൊക്കെയാണെന്ന് മനസ്സിലാവും. പക്ഷേ ആ സിനിമ തുടങ്ങുമ്പോൾ പോലും ഓരോരോ സീനും അടുത്ത സീനും എന്താ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേ കണക്കത്തൊരു സിനിമയായിരുന്നു ഈ കില്ലെന്ന് പറയുന്നത്. നമുക്ക് സാധാരണ എൻ്റെ ഒരു ഇതിൽ ജോൺ വിക്കായിരുന്നു ആ എക്സ്ട്രീം എന്താ പറയുക ഫൈറ്റും വയലൻസൊക്കെ ഉള്ളത് ഞാൻ വിചാരിച്ച് വെച്ചത്. പക്ഷേ ഈ ജോൺ വിക്കൊന്നും ഈ പടത്തിൻ്റെ 7 അയലത്ത് വരത്തില്ല. അതേ കണക്കത്തെ ഫൈറ്റും വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തോ കണക്കായിപ്പോയി. ഞാനിതിൻ്റെ ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് നമ്മൾ കൊണ്ട് നിർത്തുക, ആ ഇൻ്റർവെല്ലിൽ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ എൻ്റെ ശരീരമൊക്കെ ഒരുമാതിരി മരവിച്ച് ഒരു അവശ നിലയിലായിപ്പോയി ഞാൻ. പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ പെർഫെക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ റോളും അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കാണണം, ഒന്നും പറയാനില്ല. കാര്യം ഇതിൻ്റെ വില്ലനെയൊക്കെ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത്ര ഒരു സിമ്പിളായിട്ടുള്ള ഒരാളെയാണല്ലോ വില്ലനായിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷേ അവർ ആ ആക്ടിങ്ങൊക്കെ തുടങ്ങാൻ നേരത്ത് ഭയങ്കര സിമ്പിളായിട്ട് അഭിനയിച്ച് കഴിഞ്ഞാൽ വില്ലൻ്റെ ബ്രൂട്ടൽ മൈൻഡൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വേറെ ലെവലാണ്. എൻ്റെ പൊന്നു, അത് തിയേറ്ററിൽ നിന്നൊക്കെ നമ്മളൊന്ന് കേൾക്കണം. ആ നായകൻ്റെ ഇൻട്രോ സീൻ്റെയൊക്കെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വേറെ സാധനം തന്നെ. പടം തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ തിയേറ്ററൊക്കെ മറന്ന് നമ്മൾ ആ പടത്തിൽ തന്നെ ആയിപ്പോവും, നമ്മൾ ആ പടത്തിനുള്ളിലായിപ്പോവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ്. പിന്നെ ഇതിൻ്റെ ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. ഇമോഷണൽ ഡ്രാമയൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഫ്രീസായി കളയും. അങ്ങനെയാണ് ആ പടം മേക്ക് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ സീനും എടുത്ത് അത് അതൊക്കെ കണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു ഇതെന്താണ് ആ സീൻ അങ്ങനെ എടുക്കാൻ കാര്യം, അല്ലെങ്കിൽ ആ സീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ സീൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു. അതൊരു സിനിമയായിട്ട് നമുക്ക് തോന്നത്തില്ല. കാര്യം റിയൽ ലൈഫിൽ നടന്നിട്ട് അവൻ എന്താണ് അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, ആ സീൻ എന്താണ്, അവൻ അങ്ങനെ ആയി പോകുക എന്നൊക്കെ അങ്ങനത്തെ ഒരു തോട്ടൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ വരും. നമ്മൾ ഈ സാധാരണ കണ്ടിട്ടില്ലേ ഈ വീട്ടിലിരുന്ന് അമ്മൂമ്മമാരൊക്കെ ഈ സീരിയലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവളെന്താ അങ്ങനെ ചെയ്തു, അവളെന്താ ഇങ്ങനെ ചെയ്തു, അങ്ങനത്തെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് ഈ സിനിമ നമ്മളെ കൊണ്ട് എന്തായാലും തോന്നിപ്പിക്കും. അപ്പോൾ ജോൺ വിക്കിൻ്റെ ഡയറക്ടർ തന്നെ ഈ പടം ഹോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യാനായിട്ട് അതിൻ്റെ പേറ്റൻ്റൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം ഈ പടത്തിൻ്റെ ഒരു റേഞ്ച് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ പടം ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ട്രെയിനകത്താണ്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു ട്രെയിനകത്താണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ചെറിയ സ്പേസിൽ ഇവർ ആ ഫൈറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ അമ്മോ, അതെങ്ങനെ കോറിയോഗ്രഫി ചെയ്തെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അതുപോലൊരു പടം. അപ്പോൾ നിങ്ങൾ ഈ പടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഫോണിലോ അതോ ടി വിയിലോ ഒന്നും നിങ്ങൾ കാണരുത്. കാര്യം അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോൾ അതേ കണക്കത്തൊരു പടം ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടില്ല. ഈ ആനിമലൊന്നും അതൊന്നും അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതേ കണക്കത്തൊരു പടം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇത് പടം തന്നെ ഈ പടം കാണുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, ബൈ. हमने सारे साउंड इफेक्ट्स प्ले करके दिखा दिया, तो आपको इनमें से कौन सा साउंड इफेक्ट्स आपको सबसे अच्छा लगा कमेंट्स करके जरूर बताएं और सब्सक्राइब करना ना भूलें। तो दोस्तों, और भी ऐसे साउंड इफेक्ट्स चाहिए तो डिस्क्रिप्शन में मैंने लिंक दे दी है, जाए और चेकआउट कीजिए।